ജെറമിയ 36-ാം അധ്യായം. ചുരുൾ കത്തിക്കുന്നു. ജോസിയായുടെ പുത്രനും യൂദാ രാജാവുമായ യെഹോയാക്കീമിൻ്റെ വാഴ്ചയുടെ 4-ാം വർഷം കർത്താവ് ജെറമിയായോട് അരുളിച്ചെയ്തു. ഞാൻ നിന്നോട് ആദ്യം സംസാരിച്ച ജോസിയായുടെ കാലം മുതൽ ഇന്നുവരെ ഇസ്രായേലിനെയും യൂദായെയും സകല ജനതകളെയും സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഒരു പുസ്തക ചുരുളിൽ എഴുതുക. ഞാൻ വരുത്താൻ പോകുന്ന അനർത്ഥങ്ങളെക്കുറിച്ച് യൂദാഭവനം കേൾക്കുമ്പോൾ അവർ ഓരോരുത്തരും തങ്ങളുടെ ദുർമാർഗങ്ങളിൽ നിന്ന് പിന്മാറിയേക്കാം. എങ്കിൽ അവരുടെ ദുഷ്കൃത്യങ്ങളും പാപവും ഞാൻ ക്ഷമിക്കും. ജെറമിയ നേരിയായുടെ മകൻ ബാറൂക്കിനെ വിളിച്ച് കർത്താവ് തന്നോട് അരുളിച്ചെയ്ത സകല വചനങ്ങളും പറഞ്ഞുകൊടുത്തു. ബാറൂക്ക് അത് ഒരു ചുരുളിൽ എഴുതി. അനന്തരം ജെറമിയ ബാറൂക്കിനോട് പറഞ്ഞു, കർത്താവിൻ്റെ ആലയത്തിൽ പോകുന്നതിൽ നിന്ന് ഞാൻ തടയപ്പെട്ടിരിക്കുന്നു. ആകയാൽ നീ കർത്താവിൻ്റെ ആലയത്തിൽ ചെന്ന് ഞാൻ പറഞ്ഞ പ്രകാരം എഴുതിയ ചുരുളിൽ നിന്ന് ഉപവാസ ദിവസം എല്ലാ ജനങ്ങളും കേൾക്കെ കർത്താവിൻ്റെ വചനം വായിക്കണം. പട്ടണങ്ങളിൽ നിന്ന് വരുന്ന എല്ലാവരും കേൾക്കെ വായിക്കണം. അവർ തങ്ങളുടെ യാചനകൾ കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ചെന്നും ഓരോരുത്തരും തങ്ങളുടെ ദുർമാർഗങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞെന്നും വരാം. എന്തെന്നാൽ ഈ ജനത്തിൻ്റെ മേൽ നിബദിക്കുമെന്ന് കർത്താവ് പ്രഖ്യാപിച്ചിരിക്കുന്ന ക്രോധം വലുതാണ്. ജെറമിയ പ്രവാചകൻ കൽപ്പിച്ചതനുസരിച്ച് നേരിയായുടെ മകൻ ബാറൂക്ക് ചുരുളിൽ നിന്ന് കർത്താവിൻ്റെ വചനം ദേവാലയത്തിൽ വെച്ച് വായിച്ചു. ജോസിയായുടെ പുത്രനും യൂദാ രാജാവുമായ യെഹോയാക്കീമിൻ്റെ വാഴ്ചയുടെ 5-ാം വർഷം 9-ാം മാസം ജെറൂസലേമിലെ ജനത്തിനും യൂദായിലെ മറ്റു നഗരങ്ങളിൽ നിന്ന് അവിടെ വന്ന ജനങ്ങൾക്കുമായി കർത്താവിൻ്റെ സന്നിധിയിൽ ഉപവാസം പ്രഖ്യാപിക്കപ്പെട്ടു. അപ്പോൾ ജെറമിയ പറഞ്ഞെഴുതിച്ച കർത്താവിൻ്റെ വചനങ്ങൾ ജനങ്ങളെല്ലാം കേൾക്കെ ദേവാലയത്തിൽ കാര്യവിചാരകനായ ഷാഫാൻ്റെ മകൻ ഗമാറിയായുടെ മുറിയിൽ വെച്ച് ബാറൂക്ക് ചുരുളിൽ നിന്ന് വായിച്ചു. ദേവാലയത്തിൻ്റെ പുതിയ വാതിലിനു സമീപം മുകളിലത്തെ അങ്കണത്തിലാണ് ഈ മുറി. കർത്താവിൻ്റെ വചനം ചുരുളിൽ നിന്ന് വായിക്കുന്നത് ഷാഫാൻ്റെ മകനായ ഗമാറിയായുടെ മകൻ മിക്കായ കേട്ടു. അനന്തരം അവൻ കൊട്ടാരത്തിൽ കാര്യവിചാരകൻ്റെ മുറിയിൽ വന്നു. പ്രഭുക്കന്മാർ എല്ലാവരും അവിടെ സന്നിഹിതരായിരുന്നു. കാര്യവിചാരകനായ എലിഷാമ, ഷെമായായുടെ പുത്രൻ ദലായ, അക്ബോറിൻ്റെ പുത്രൻ എൽനാദാൻ, ഷാഫാൻ്റെ പുത്രൻ ഗമാറിയ, ഹനനിയായുടെ പുത്രൻ സെദക്കിയ തുടങ്ങിയ സകല പ്രഭുക്കന്മാരും അവിടെ ഉണ്ടായിരുന്നു. ജനം കേൾക്കെ ബാറൂക്ക് ചുരുളിൽ നിന്ന് വായിച്ചപ്പോൾ താൻ കേട്ട കാര്യങ്ങളെല്ലാം മിക്കായ അവരോട് പറഞ്ഞു. ജനം കേൾക്കെ വായിച്ച ചുരുൾ എടുത്തുകൊണ്ടുവരുക എന്ന കൽപ്പനയുമായി പ്രഭുക്കന്മാർ ബാറൂക്കിൻ്റെ അടുക്കലേക്ക് കൂഷിയുടെ മകനായ ഷെലേമിയായുടെ മകനായ നത്താനിയായുടെ മകൻ യഹൂദിയെ അയച്ചു. അതനുസരിച്ച് നേരിയായുടെ മകൻ ബാറൂക്ക് ചുരുളുമെടുത്ത് അവരുടെ അടുക്കൽ വന്നു. ഇരുന്ന് ഞങ്ങൾ കേൾക്കെ വായിക്കുക എന്ന് അവർ അവനോട് പറഞ്ഞു. അവൻ അവരെ വായിച്ചു കേൾപ്പിച്ചു. വായിച്ചു കേട്ടപ്പോൾ അവർ ഭയപ്പെട്ട് പരസ്പരം പറഞ്ഞു, ഇക്കാര്യങ്ങൾ രാജാവിനെ അറിയിക്കണം. അവർ ബാറൂക്കിനോട് ചോദിച്ചു, ഇവയെല്ലാം നീ എങ്ങനെ എഴുതിയെന്ന് ഞങ്ങളോട് പറയുക. ജെറമിയ പറഞ്ഞു തന്നതാണോ? ബാറൂക്ക് മറുപടി പറഞ്ഞു, അവൻ ഈ വചനങ്ങളെല്ലാം എന്നോട് പറഞ്ഞു. ഞാൻ അവ മഷി കൊണ്ട് ചുരുളിൽ എഴുതി വച്ചു. അപ്പോൾ പ്രഭുക്കന്മാർ ബാറൂക്കിനോട് പറഞ്ഞു, നീയും ജെറമിയായും പോയി ഒളിക്കുക. നിങ്ങൾ എവിടെയാണെന്ന് ആരും അറിയരുത്. അവർ കാര്യവിചാരകനായ എലിഷാമായുടെ മുറിയിൽ ചുരുൾ വച്ച ശേഷം രാജാവിൻ്റെ അടുക്കൽ ചെന്ന് സംഭവിച്ചതെല്ലാം അറിയിച്ചു. ചുരുൾ എടുത്തുകൊണ്ടുവരാൻ രാജാവ് യഹൂദിയെ അയച്ചു. അവൻ കാര്യവിചാരകൻ്റെ മുറിയിൽ നിന്ന് അത് എടുത്തുകൊണ്ടുവന്ന് രാജാവും രാജസന്നിധിയിൽ നിന്ന് പ്രഭുക്കന്മാരും കേൾക്കെ വായിച്ചു. അത് ആണ്ടിൻ്റെ 9-ാം മാസമായിരുന്നു. രാജാവ് ശീതകാല വസതിയിൽ നെരിപ്പോടിൻ്റെ മുൻപിൽ ഇരിക്കുകയായിരുന്നു. യഹൂദി ഓരോ ഭാഗവും വായിച്ചു കഴിയുമ്പോൾ രാജാവ് അത് കത്തികൊണ്ട് മുറിച്ചെടുത്ത് നെരിപ്പോടിലെ തീയിലിടും. ചുരുൾ മുഴുവൻ തീരുന്നതുവരെ അങ്ങനെ ചെയ്തു. എങ്കിലും ഈ വചനം ശ്രവിച്ച രാജാവോ സേവകന്മാരോ ഭയപ്പെടുകയോ വസ്ത്രം കീറുകയോ ചെയ്തില്ല.
ചുരുൾ കത്തിച്ചു കളയരുതെന്ന് എൽനാദാനും ദലായായും ഗമാറിയായും അപേക്ഷിച്ചെങ്കിലും അവൻ അത് വകവെച്ചില്ല. എഴുത്തുകാരനായ ബാറൂക്കിനെയും പ്രവാചകനായ ജെറമിയായെയും ബന്ധിക്കാൻ രാജാവ് തൻ്റെ പുത്രനായ യെറഹ്മേലിനോടും അസ്രിയേലിൻ്റെ മകനായ സെരായായോടും അബ്ദേലിൻ്റെ പുത്രനായ ശെലെമിയായോടും കൽപ്പിച്ചു. എന്നാൽ കർത്താവ് അവരെ ഒളിപ്പിച്ചു. ജെറമിയ പറഞ്ഞുകൊടുത്ത് ബാറൂക്ക് എഴുതിയ ചുരുൾ രാജാവ് കത്തിച്ചതിനു ശേഷം കർത്താവ് ജെറമിയായോട് അരുളി ചെയ്തു, നീ വേറൊരു ചുരുൾ എടുത്ത് അതിൽ യൂദാ രാജാവായ യെഹോയാക്കീം നശിപ്പിച്ച ആദ്യ ചുരുളിൽ ഉണ്ടായിരുന്ന സകലതും എഴുതുക. യൂദാ രാജാവായ യെഹോയാക്കീമിനെതിരെ ഇപ്രകാരം പറയുക, കർത്താവ് അരുളി ചെയ്യുന്നു, ആ ചുരുൾ നീ കത്തിച്ചു. ബാബിലോൺ രാജാവ് വന്ന് ഈ ദേശം നശിപ്പിക്കുമെന്നും ഇവിടെ മനുഷ്യരോ മൃഗങ്ങളോ അവശേഷിക്കുകയില്ലെന്നും എന്തിന് അതിൽ എഴുതി എന്നും നീ ചോദിച്ചു. അതിനാൽ യൂദാ രാജാവായ യെഹോയാക്കീമിനെ കുറിച്ച് കർത്താവ് അരുളി ചെയ്യുന്നു, അവൻ്റെ സന്തതികളാരും ദാവീദിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുകയില്ല. അവൻ്റെ മൃതശരീരം പകലത്തെ വെയിലും രാത്രിയിലെ മഞ്ഞും ഏറ്റ് വെളിയിൽ കിടക്കും. ഞാൻ അവനെയും അവൻ്റെ സന്താനങ്ങളെയും ദാസന്മാരെയും അവരുടെ അകൃത്യം നിമിത്തം ശിക്ഷിക്കും. അവരും ജെറൂസലേം നിവാസികളും യൂദായിലെ ജനങ്ങളും ഞാൻ ശിക്ഷിക്കുമെന്ന് പ്രഖ്യാപിച്ചത് വകവച്ചില്ല. എന്നാൽ അവയെല്ലാം അവരുടെ മേൽ ഞാൻ വരുത്തും. അനന്തരം ജെറമിയ മറ്റൊരു ചുരുളെടുത്ത് നേരിയായുടെ മകനായ ബാറൂക്കിൻ്റെ കയ്യിൽ കൊടുത്ത് യൂദാ രാജാവായ യെഹോയാക്കീം കത്തിച്ചു കളഞ്ഞ ചുരുളിലെ എല്ലാ വചനങ്ങളും ജെറമിയ പറഞ്ഞുകൊടുത്ത് അവൻ എഴുതി. ആദ്യത്തേതിന് സദൃശ്യമായ മറ്റു വാക്യങ്ങളും അതിൽ ഉണ്ടായിരുന്നു. കർത്താവിൻ്റെ വചനം.